കെ രാധാകൃഷ്ണൻ എംപിയെ കാത്തിരിക്കുന്നത് വമ്പൻ പണിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് ഇഡി വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇഡി പറഞ്ഞു, പങ്കെടുത്തോ. കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രിക്ക് എപ്പോഴാണ് ഈ മരണാന്തര ചടങ്ങുകളിലൊക്കെ വിശ്വാസം വന്നത് എന്നറിയില്ല. കാരണം ശബരിമലയിൽ പോയപ്പോൾ പോലും തൊഴുതു നിൽക്കാത്ത മന്ത്രിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ വിശ്വാസം വന്നത് എന്ന് ആർക്കും അറിയില്ല. എന്തായാലും അയ്യപ്പൻ്റെ മുന്നിൽ തൊഴുതു നിന്നില്ലെങ്കിലും അയ്യപ്പൻ നല്ല ഒന്നാന്തരം പണിയാണ് എംപിക്ക് കൊടുത്തിരിക്കുന്നത്. ഇഡി പറയുന്നുണ്ട്, അമ്മയുടെ മരണാന്തര ചടങ്ങൊക്കെ നടത്തിക്കോ. കാരണം ഇഡി ഉദ്യോഗസ്ഥർക്ക് വിശ്വാസമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തത് കൊണ്ട് നിങ്ങൾ മരണാന്തര ചടങ്ങൊക്കെ നടത്തിക്കോ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ വീണ്ടും ഹാജരാകണം. അതിനുള്ള നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അമ്മയുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ന്യായം പറഞ്ഞൊഴിഞ്ഞു മാറിയ കെ രാധാകൃഷ്ണൻ എംപിക്ക് കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും ഇഡി നോട്ടീസ്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പതിവില്ലെങ്കിലും ചോദ്യം ചെയ്യലിൽ ഒഴിവാക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ സാധാരണ ഒഴിവാക്കാറുള്ള ഹൈന്ദവ ആചാരം മറയാക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ എംപി. രണ്ടാമത് നോട്ടീസ് അയച്ചപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കണമെന്ന കാരണമാണ് പറഞ്ഞത്. എന്തായാലും രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് ഇഡിയുടെ നിർദ്ദേശം. ഏപ്രിൽ 8-ന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു. നേരത്തെ 2 തവണ ഇഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാധാകൃഷ്ണൻ പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി. പാർലമെന്റ് ചേരുന്നതായും പാർട്ടി കോൺഗ്രസ് നടക്കുന്നതും പരിഗണിച്ച ഇഡി സാവകാശം അനുവദിക്കണമെന്നായിരുന്നു കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക. ഇഡിയുടെ ആവശ്യപ്രകാരം കരുവന്നൂർ ബാങ്ക് കേസിൽ കെ രാധാകൃഷ്ണന്റെ സ്വത്ത് വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും നേരത്തെ കൈമാറിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്ന സമയത്ത് CPIM ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. അതേസമയം കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലൂടെ ലഭിച്ച പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് ഇഡിയുടെ വാദം. അതിനാൽ ചോദ്യം ചെയ്താലേ പൊരുത്തക്കേടുകൾക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കൂ. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കൃത്യമായ രേഖകൾ ഇല്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ വായ്പകൾ തട്ടിയെടുത്തു എന്നതാണ് കേസ്. കരുവന്നൂർ കേസിൽ ഇതുവരെ 128.72 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. പോലീസ് രജിസ്റ്റർ ചെയ്ത 16 കേസുകൾ ഒന്നിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടപടി നിയമപ്രകാരം ഇഡി നടപടിയെടുത്തത്. എന്തായാലും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒക്കെ ഇടപെടൽ കരുവന്നൂർ കേസിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച പലരും ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. കുറേ പേർ ആത്മഹത്യ ചെയ്തു. കുറേ പേർ രോഗാവസ്ഥയിലൊക്കെ കിടന്നിട്ടും ചികിത്സിക്കാൻ പോലും പണമില്ലാതെ തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് ബാങ്ക് കവർന്നെടുത്തു, ബാങ്ക് തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഇഡിയുടെ ഈ നോട്ടീസ് രാധാകൃഷ്ണന് ആദ്യം അമ്മയുടെ പേരിൽ അതിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞെങ്കിൽ വീണ്ടും ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞാണ് മാറ്റി നിർത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇഡി പറയുന്നുണ്ട്, പൊരുത്തക്കേടുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് കൃത്യമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ആ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കുന്നത് വരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇഡി രാധാകൃഷ്ണന്റെ പിന്നാലെ തന്നെയായിരിക്കും. ചിലപ്പോൾ MP സ്ഥാനം വരെ രാധാകൃഷ്ണന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.